പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്ത യുവതികൾക്ക് സൗജന്യ ടിക്കറ്റ് ലഭിച്ചില്ലെന്ന് പരാതി. ഫീമെയിൽ എന്ന് രേഖപ്പെടുത്തിയ ടിക്കറ്റിന് പണം ഈടാക്കിയെന്ന് യുവതികൾ. തൃശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് യാത്ര ചെയ്തവരാണ്. മധുരം കിട്ടി, പക്ഷേ സൗജന്യം കിട്ടിയില്ലെന്ന പരാതിയുമായി എത്തിയത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഇവർക്ക് ബസ് മാറിയങ്ങാറ്റം കയറിപ്പോയതാണോ? ഈ പ്രിയദർശിനി ബസ്സുകളിൽ എന്തായാലും ടിക്കറ്റ് ഇന്നു മുതൽ ഫ്രീ ആണല്ലോ, അല്ലെങ്കിൽ ഇവർ 9 മണിക്ക് മുൻപേ കയറിയവരാണോ? 9 മണിക്കാണല്ലോ ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. ഷാമിലി, ചാലക്കുടി കൊരട്ടി സ്വദേശികളായ അമ്മു, സാറ, സിയ എന്നിവരാണ് തൃശ്ശൂരിൽ നിന്നും ചാലക്കുടിയിലേക്കുള്ള ഓർഡിനറി ബസ്സിൽ, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയദർശിനി ബസ്സിൽ കയറിയത്. ഇവർ പാലക്കാട് പട്ടാമ്പിയിൽ നിന്നുമാണ് തൃശ്ശൂരിലെത്തിയത്. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്തുകൊണ്ട് തൃശ്ശൂരിലെ പ്രിയദർശിനി ബസ്സുകളുടെ സർവീസിന്റെ ഉദ്ഘാടനം നടക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട ജില്ലയിലെ കോൺഗ്രസ് വനിതാ നേതാക്കളും അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലെ വനിതാ കൗൺസിലർമാരും അടക്കം മുഴുവൻ ആളുകളും യാത്ര ചെയ്തുകൊണ്ടാണ്, ആഭ്യന്തരമന്ത്രിക്കൊപ്പം യാത്ര ചെയ്തുകൊണ്ടാണ് പദ്ധതിയുടെ തൃശ്ശൂരിലെ ഉദ്ഘാടനം നടന്നത്. ഈ ഉദ്ഘാടന സമയത്ത് തന്നെ 3ലധികം പ്രിയദർശിനി ബസ്സുകൾ തൃശ്ശൂരിൽ സജ്ജമാക്കിയിരുന്നു. ഉദ്ഘാടനം നടന്ന് ആദ്യ യാത്ര നടത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി ഇവർ ഇത്തരത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കി കാത്തിരിക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തല ബസ്സിൽ കയറി തൃശ്ശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി തൃശ്ശൂർ തെക്കിൻകാട് മൈതാനിയിൽ യാത്ര അവസാനിപ്പിച്ചു. തൊട്ടു പിന്നാലെ തന്നെ ജില്ലയിലെ പ്രിയദർശിനി ബസ്സുകളുടെ സർവീസ് ആരംഭിച്ചു. അങ്ങനെ ഒരു ബസ്സിൽ തൃശ്ശൂരിൽ നിന്നും ചാലക്കുടിയിലേക്ക് ഇവർ ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റ് എടുത്തപ്പോൾ ഫീമെയിൽ എന്ന് രേഖപ്പെടുത്തിയ ടിക്കറ്റാണ് കിട്ടിയത്. പക്ഷേ രണ്ടുപേർക്കുമായി 114 രൂപ ടിക്കറ്റ് ചാർജ് ഈടാക്കിക്കൊണ്ടാണ് കണ്ടക്ടർ ടിക്കറ്റ് നൽകിയത്. പ്രിയദർശിനി സർവീസുകളുടെ ഔദ്യോഗികമായ തുടക്കം ജില്ലയിൽ കുറിക്കുകയും തൊട്ടു പിന്നാലെ തന്നെ നടത്തിയ ബസ്സിലുമാണ് ഇത്തരത്തിൽ ഈ പദ്ധതിക്ക് വിരുദ്ധമായിട്ടുള്ള ടിക്കറ്റ് നിരക്ക് ഈടാക്കിക്കൊണ്ട് ആളുകൾക്ക്, യാത്രക്കാർക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. ഈ പൊരുത്തക്കേട് കണ്ടതോടുകൂടി തന്നെ ഈ ബസ്സിൽ നിന്ന് കയറി സൗജന്യമായി യാത്ര നടത്താൻ ആഗ്രഹിച്ച രണ്ടുപേരും, കണ്ടക്ടറുടെയും അവിടെ ബസ്സിൽ കയറിയ മറ്റ് പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളുടെയും അടക്കം അവരുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം പെടുത്തി. എന്നാൽ കുട്ടികൾ തന്നെ പറയുന്നത് പ്രകാരം അവർ ചിരിച്ചു കാണിക്കുകയും സൗജന്യമായി നൽകിയ ലഡുവും, സൗജന്യ സർവീസിൻ്റെ ഭാഗമായി നൽകിയ, ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി നൽകിയ ലഡുവും മധുര പലഹാരങ്ങളും നൽകി പിന്നീട് ഒരു ചിരിയോടുകൂടി ബസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. പരാതി പറയുകയും ഇത്തരത്തിലൊരു പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത തങ്ങൾക്ക് പൂർണ്ണമായും അവഗണന ഉണ്ടാവുകയും ചെയ്തതായാണ് പറയുന്നത്. ഏതായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. പക്ഷേ ഈ തുടക്കത്തിൽ തന്നെ പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കല്ലുകടി ഉണ്ടായിരിക്കുന്നു, പരാതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്ന് പറയാൻ കഴിയുന്ന കാര്യം. ഷാമിലി.